ആസ് എ PT ആസ്പിരന്റ് 2025 PT ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ആഫ്റ്റർ ഇയർ ഓരോരോ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്ന് PT അവരുടെ സൈഡിൽ നിന്ന് അവരുടെ സോഫ്റ്റ്വെയറും AI സ്കോറിംഗ് സോഫ്റ്റ്വെയറിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അവർ അപ്ഡേറ്റ് ആവുകയാണ്. അവർ അപ്ഡേറ്റ് ആവുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോവരുത്. ആസ് PT ആസ്പിരൻസ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവാതെ നോക്കണം, നമ്മളെ കടമ. 2018, 20, 22 എന്തിനു പറയട്ടെ 2024 നവംബറിൽ വർക്കായിരുന്ന പല കാര്യങ്ങൾ പോലും ഇനി അങ്ങോട്ട് വർക്കാവത്തില്ല. സോ 2025 PT നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോപ്ഡ് വർക്കിംഗ് ഇൻ 2024 എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ആവും എന്ന് അറിയാൻ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ആൻഡ് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വർഷം തന്നെ 2025 PT ക്രാക്ക് ചെയ്യാൻ പറ്റും ആൻഡ് യു വിൽ ബി വൺ സ്റ്റെപ്പ് ക്ലോസർ ടു യുവർ ഡ്രീം ലൈഫ് അബ്രോഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും, അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ട ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ആൻഡ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യണ ഒരു സാധനവും നിങ്ങളിലോട്ട് എത്താതിരിക്കത്തില്ല. വളരെയധികം എഫേർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. 2025 ഇനി ഈ കാര്യങ്ങളൊന്നും വർക്കാവത്തില്ല. എന്തൊക്കെ വർക്കാവും, എന്തൊക്കെ വർക്കാവത്തില്ല? വേക്ക് അപ്പ് ടു റിയാലിറ്റി. ഉണരൂ ഉപഭോക്താവെ, ഉണരൂ. ആദ്യം പറയാനുള്ള കാര്യം എസ്എ ടെംപ്ലേറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ഇനി തൊട്ട് വൺ വേർഡ് ടെംപ്ലേറ്റ്, അതായത് ഒരു വലിയൊരു ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റും അതിനിടയിൽ ഒരു ബ്ലാങ്ക് മാത്രം നമ്മൾ സാധനം കൊടുക്കുക. അങ്ങനത്തെ കുന്തളിപ്പൊന്നും കാണിക്കില്ല. അതൊക്കെ വർക്കാവും. 2018 വർക്കാവും. ഇപ്പോൾ വർക്കാവത്തില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കീവേഡ് ടെംപ്ലേറ്റ് ഇൻ എസ്സേസും വർക്കാവത്തില്ല. ചില ഇപ്പോഴും ലീഡിങ് ആയിട്ടുള്ള ഈ യൂട്യൂബേഴ്സ് തരുന്ന, യൂട്യൂബിലും ഈ നമ്മളെ എഡ്യൂക്കേഷൻ കമ്പനീസും ഒക്കെ തരുന്ന ടെംപ്ലേറ്റുകൾ കീവേഡ് ടെംപ്ലേറ്റുകളാണ്. അതായത് കുറേ ജനറിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തന്നിട്ട് കുറച്ച് കീവേഡ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് കീവേഡ്സ് എടുത്ത് ആഡ് ചെയ്താൽ മാർക്ക് കിട്ടും. നോ മോർ. പ്രത്യേകിച്ച് ഈ നവംബറിലൊക്കെ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരിക്കലും ഇത് നടക്കാൻ പോണില്ല. സോ എന്ത് ഉപയോഗിക്കാം, നമ്മളെ സൈഡിൽ നിന്ന് കുറച്ച് കണ്ടന്റ് കൊടുക്കുന്ന ടൈപ്പ് ടെംപ്ലേറ്റ് ഇപ്പോഴും വർക്കാവും. ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തോളും. പക്ഷേ ഇപ്പോഴും നമ്മൾ കുറച്ച് കണ്ടന്റ് കൊടുക്കണം. നമ്മളെ സൈഡിൽ നിന്ന് ഒരു 5-6 ഫ്രേസുകൾ എഴുതണം. ഞാൻ ചെയ്ത എസ്എ ടെംപ്ലേറ്റ്, ഞാൻ ഉപയോഗിച്ച എസ്എ ടെംപ്ലേറ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്ത കാര്യം മനസ്സിലാവും. അതോ അതിന് സിമിലർ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉപയോഗിക്കാനുള്ളൂ ഇൻ 2025. അടുത്തത് ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെയിൽ ലെക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ്. അറിയാലോ, നവംബർ 4 അപ്ഡേറ്റിന് ശേഷം കളികൾ മാറി. ജനറിക് ലോങ് ടെംപ്ലേറ്റ്സ് വർക്കാവത്തില്ല. അതായത് ദ ഗിവൺ ഇമേജ് റെപ്രസെന്റ്സ് എ ബ്യൂട്ടിഫുൾ ഇമേജ്, ദെയർ മസ്റ്റ് ഹാവ് ബീൻ എ പ്രോപ്പർ ഡിബേറ്റ് അബൌട്ട് ദ ഇൻഫർമേഷൻ പ്രസന്റ് ഇൻ ദ ഇമേജ്. അതൊന്നും വർക്കാവത്തില്ല. ഓക്കെ, കീവേഡ് ടെംപ്ലേറ്റ്സും വർക്കാവത്തില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ ടെംപ്ലേറ്റ് തന്നെ കീവേഡ് ടെംപ്ലേറ്റ്സ് ആയിരുന്നു. കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ ഡിസ്ക്രൈബ് ഇമേജിൽ പണ്ട് മാർക്ക് കിട്ടുമായിരുന്നു. നോ മോർ. പണ്ടും റീറ്റെയിൽ ലെക്ചർ നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഫ്രേസ് കൊടുക്കുമായിരുന്നു. പക്ഷെ അതും കുറച്ച് ജനറിക് ലെങ്തി ടെംപ്ലേറ്റ് ആണ്. അതിന് നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കൂടുതൽ കണ്ടന്റ് കൊടുക്കണം. ഡിസ്ക്രൈബ് ഇമേജിൽ കണ്ടന്റ് കൊടുക്കണം. കണ്ടന്റ് ഇപ്പോഴും വലിയ പ്രയോറിറ്റി അല്ല, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് പ്രയോറിറ്റി ആയിട്ട് കണ്ടന്റ് മാറി. കുറച്ചും കൂടെ കണ്ടന്റ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് റീറ്റെയിൽ ലെക്ചറിൽ നമ്മൾ പണ്ടേ ഫ്രേസുകൾ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഡിസ്ക്രൈബ് ഇമേജിൽ അവർ പറഞ്ഞിരിക്കുന്ന സാധനം ഫ്രേസ് ആക്കി തന്നെ പറഞ്ഞു കൊടുക്കണം. ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെയിൽ ലെക്ചറിൽ രണ്ടിലും 20 സെക്കൻഡിൽ കുറവ് സംസാരിച്ചാൽ പണി കിട്ടും. സോ ഓൾവേസ് ടോക്ക് അബൌട്ട് 25 സെക്കൻഡ്സ്. ഈ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ഇമേജിൽ റീറ്റെയിൽ ലെക്ചറിനെ പറ്റി നമ്പർ ഓഫ് വീഡിയോസ് ആഫ്റ്റർ ദ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്ത കാര്യങ്ങളും മനസ്സിലാകും. റീഡ് അലൗഡിന്റെ മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്ത കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ബട്ട് ദെൻ റീഡ് അലൗഡിൽ വൺ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനമുണ്ട്. പല യൂട്യൂബേഴ്സും പല ലീഡിങ് ആയിട്ടുള്ള പ്രൊഫഷണൽസും പറഞ്ഞു തരുന്ന സാധനമാണ്. ഓൺലൈൻ സ്ട്രാറ്റജി വർക്കാവും. 2025 അവരത് പറയും. അതിനെ നമ്പരുത്. ചിലപ്പോൾ കുറച്ച് പേർക്ക് വർക്കായി എന്ന് വരാം, നിങ്ങൾക്ക് വർക്കായെന്ന് ഒരു നിർബന്ധമില്ല. റിസ്ക് എടുക്കരുത്. പ്രത്യേകിച്ച് റീഡിങ്ങിൽ മാർക്ക് വാങ്ങാൻ പാടാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓൺലൈൻ കുന്തളിപ്പും കൂടെ കാണിച്ചു വെച്ചാൽ റീഡിങ് മാർക്ക് അതിൻ്റെ പാട്ടിന് പോവും. AI ഡേ ബൈ ഡേ ഡെവലപ്പ് ആവാണ്. പിയേഴ്സൺ മണ്ടന്മാരല്ല. അവന്മാർ ഒരു ലൈന് വായിച്ചാലും ഫുള്ള് വായിച്ചാലും തമ്മിലുള്ള വ്യത്യാസം അവന്മാർക്ക് മനസ്സിലാവും. 2020, 2022 വരെയൊക്കെ ഓൺലൈൻ സ്ട്രാറ്റജി വർക്ക് ആവുമായിരുന്നു, നോ പ്രോബ്ലം. ബട്ട് ഇനി അത് അങ്ങോട്ട് വർക്ക് ആവത്തില്ല. 2025 ഓൺലൈൻ സ്ട്രാറ്റജി ഉപയോഗിക്കരുത്.
റിപ്പീറ്റ് സെന്റൻസ് ആഡിങ് ജനറിക് ഫ്രേസ് വിൽ റെഡ്യൂസ് ദ ലിസണിങ് മാർക്സ്. ഇതാണ് പറയാനുള്ളത്. ജനറിക് ഫ്രേസ് ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും പിടിച്ച് നിർത്താനൊന്നുമില്ല, ആഡ് ചെയ്തോ. പക്ഷെ ലിസണിങ് മാർക്ക് കളയാൻ റെഡി ആയിക്കോ. സ്പീക്കിംഗ് മാർക്ക് ചിലപ്പം കോട്ടം തട്ടൂലായിരിക്കും, പക്ഷെ ലിസണിങ് മാർക്ക് എന്തായാലും പോകും. സോ അതിലില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അതായത് ആൻഡ് ഐ ആം വെരി ഹാപ്പി, ആൻഡ് ഐ ലവ് യു, ഉമ്മ ഉമ്മ ഉമ്മ, അങ്ങനത്തെ പരിപാടികളൊന്നും പറയരുത്. ഓക്കെ. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യനിലും ഒരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ചക്കേനെ പറ്റി ചോദിച്ചാൽ മാങ്ങ എന്ന് പറഞ്ഞു വെച്ചിട്ട് മാർക്ക് പ്രതീക്ഷിച്ചിരിക്കരുത്. വലിയ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ റോങ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്താൽ നെഗറ്റീവ്ലി നിങ്ങളെ സ്കോറിനെ അത് ബാധിക്കും. സ്പീക്കിംഗ് സ്കോറിനെയും ലിസണിങ് സ്കോറിനെയും ബാധിക്കും. സോ ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. ആൻഡ് ഡോണ്ട് സേ ഐ ഡോണ്ട് നോ. ഓക്കെ. എന്നാൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് മാർക്ക് പോവും. എങ്ങനെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യണം ഒരു കൊച്ചു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെന്ന് കണ്ടാൽ മതി. അത് മാത്രം കണ്ടാൽ മതി. ഇത് പ്രാക്ടീസ് പോലും ചെയ്യേണ്ട, പക്ഷെ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. അടുത്ത റീ ഓർഡർ ദ പാരഗ്രാഫ്. പ്രത്യേകിച്ച് നീ റീ ഓർഡർ വലിയ പ്രയോറിറ്റി അല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ റീ ഓർഡർ വലിയ പ്രയോറിറ്റി അല്ല എന്ന് പറഞ്ഞാൽ കളയും. 5 to 6 മാർക്സ്, 5 മുതൽ 6 മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ നിങ്ങളുടെ ഡിസൈഡ് സ്കോറിനും തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ റീഡിങ്ങിൻ്റെ ഒരു 5 or 6 മാർക്കായിരിക്കും. അത് റീ ഓർഡറിൽ നിന്ന് കളയരുത്. സോ റീ ഓർഡറിന് അതിനെ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. യു നെവർ നോ, പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങളെ റീ ഓർഡർ ആയിരിക്കാൻ രക്ഷിക്കുന്നത്. സോ റെസ്പെക്റ്റ് കൊടുക്കുക. ഡ്യൂറിങ് പ്രാക്ടീസ് നല്ല റെസ്പെക്റ്റ് കൊടുത്തിട്ട് മാക്സിമം മിസ്റ്റേക്കുകൾ വരുത്താം. ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമ്മതിച്ചു. പക്ഷെ യു ഗിവ് യുവർ മാക്സിമം. ഓക്കെ. അതാണ് ചെയ്യാനുള്ളത്. റീ ഓർഡറിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് കണ്ട കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാവും. റീഡിങ് റൈറ്റിംഗ് FIB, റീഡിംഗ് FIB 2025 ഇവന്മാർ രണ്ടുപേരും തന്നെയാണ് നിങ്ങളെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഓസ്ട്രേലിയയിൽ പോകണോ അടുത്ത വർഷം പോകണോ, ഇന്ന് UK പോകണോ അടുത്ത വർഷം പോകണോ, ഇന്ന് കാനഡയിൽ പോകണോ അടുത്ത വർഷം പോകണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ റീഡിംഗ് റൈറ്റിംഗ് FIB നിങ്ങളെ പെർഫോമൻസ് ആണ്. പെർഫെക്റ്റ് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് നിയർ പെർഫെക്റ്റ് ആവണം. എന്ന് ഇത് രണ്ടും നിയർ പെർഫെക്റ്റ് ആവും, ദെൻ യു വിൽ ബി റെഡി ഫോർ ദി എക്സാം ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് യുവർ ഡിസൈഡ് സ്കോർ. ഓക്കെ. പരീക്ഷയിൽ ഇത് രണ്ടും മര്യാദയ്ക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എനിവെയർ ക്ലോസ് ടു അവർ ഡിസൈഡ് സ്കോർ നമ്മൾ എത്തത്തുള്ളൂ. ആൻഡ് യു ഹാവ് ടു സ്കിപ്പ് വേസ്റ്റ് ക്വസ്റ്റ്യൻസ്. ആബ്സല്യൂട്ട് വേസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെന്ന് ചെക്കൗട്ട് ചെയ്താലും. ടൈം മാനേജ്മെന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വേസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻസ് വേസ്റ്റ് ആണ്. അതിനെയൊക്കെ സ്കിപ്പ് അടിക്കണം. അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കാവുള്ളൂ. ഓക്കെ. സോ അത് 2025 വെരി മച്ച് റിലവൻ്റ് ആണ്. റീഡിംഗ് റൈറ്റിംഗ് FIB, ലിസണിങ് FIB, റൈറ്റ് ഫ്രം ഡിറ്റക്ഷൻ, ഇവന്മാർ 3 പേരാണ് നിങ്ങളെ റൈറ്റിംഗ് സ്കോർ ഡിസൈഡ് ചെയ്യണത്. ഇറ്റ്സ് നോട്ട് ഇമെയിൽ, ഇറ്റ് ഇസ് നോട്ട് essay. മനസ്സിലായ? 15-20 മാർക്ക് മാക്സിമം. ബാക്കിയുള്ള മാർക്കുകൾ മുഴുവൻ റൈറ്റിംഗിലോട്ട് പറഞ്ഞാൽ റീഡിംഗ് റൈറ്റിംഗ് FIB, ലിസണിങ് FIB, റൈറ്റ് ഫ്രം ഡിറ്റക്ഷൻ. ഇതിൽ നിന്നൊക്കെ കുറേ മിസ്റ്റേക്കുകൾ വരുത്തിയാൽ റൈറ്റിംഗ് മാർക്ക് പോകും. റാങ്കിങ് ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഡിഫിക്കൽട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റിംഗ് മാർക്ക് വാങ്ങാൻ പാടാണ്. റീഡിംഗ് കഴിഞ്ഞാൽ ഏറ്റവും പാട് റൈറ്റിംഗ് ആണ് മാർക്ക് വാങ്ങാൻ. സോ ഇവന്മാരെയൊക്കെ പക്കയാക്കണം. അതിൻ്റെ കൂടെ ഇമെയിൽ ആൻഡ് essay നിയർ പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കണം. ഓക്കെ. ഇമെയിലിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എല്ലാത്തിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോസ്, പലതരം വീഡിയോസ് ചെയ്തിട്ടുണ്ടാവാം. അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം മാനേജ്മെന്റ്, എജിലിറ്റി ആൻഡ് പെർഫോമൻസ്. ഇത് 3ഉം തന്നെയാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടോ, 2 മണിക്കൂർ കട്ടയ്ക്ക് നിൽക്കണം. എജിലിറ്റി, സ്പീഡ്, ഇങ്ങനെ നിൽക്കില്ലേ, അതിനാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പെർഫോമൻസ്, അന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. അന്ന് ഞാനും നിങ്ങളും പരീക്ഷ എഴുതാൻ പോവുകയാണ്. എൻ്റെ ഇംഗ്ലീഷ് സ്കിൽ നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആണ്. ബട്ട് എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താൽ there are very much high chances that നിങ്ങൾക്കായിരിക്കും കൂടുതൽ സ്കോർ കിട്ടുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർഫോമൻസ്. എന്തുകൊണ്ടിത് പെർഫോമൻസ്, എന്തുകൊണ്ടിത് കോൺഫിഡൻസിൻ്റെയൊക്കെ പരീക്ഷയാണെന്ന് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വേക്കപ്പ് കോൾ, ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ PT പ്രാക്ടീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വേറൊരു പുറം രാജ്യത്തിലോട്ട് പോകണം, നിങ്ങളെ മാത്രം ആവശ്യമാണ്. മനസ്സിലായോ? എക്സ്ക്യൂസുകൾ 1000കണക്കിന് കാര്യങ്ങൾ കാണും. ഓക്കെ. സോ ഒരു ന്യൂ ഇയർ മോട്ടിവേഷൻ പോലെ ഇതെടുത്തോ. പല എക്സ്ക്യൂസുകൾ കാണും. എനിക്ക് കൊച്ചുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ബിസിനസ് ഓട്ടിക്കണം, എനിക്ക് പഠിക്കാൻ പോകണം, പഠിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം നിങ്ങളെ കാര്യം. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളവർ തന്നെയാണ് PT ആസ്പിറൻസ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അബ്രോഡ് പോകണം, രക്ഷപ്പെടണം എന്ന് നിങ്ങളെ ആവശ്യമാണ്. സോ നിങ്ങളെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ മെനക്കെടണം. എക്സ്ക്യൂസ് പറഞ്ഞിരുന്ന പൊട്ടക്കഞ്ചിലെ തവളകളെ പോലെ പെരുമാറാതിരിക്കുക. ഓക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബിൽഡ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. എങ്ങനെ ഇംഗ്ലീഷ് സ്കിൽസ് ബിൽഡ് ചെയ്യാം, എന്തുകൊണ്ട് ഇംഗ്ലീഷ് സ്കിൽസ് എന്നൊക്കെ പറ്റിയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് കണ്ടാൽ മനസ്സിലാവും.
അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇംഗ്ലീഷ് സ്കില്ല് കൂടാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോർ കിട്ടത്തില്ല. സോ PT പ്രാക്ടീസും ചെയ്യണം, കൂടെ ഇംഗ്ലീഷ് സ്കിൽസ് കൂട്ടുന്ന പരിപാടിയും കൂടെ ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ വീഡിയോ. വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റുമായിട്ട് 2 ദിവസത്തിൽ കാണുന്നത് വരെ ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ സേഫ് and keep learning and keep this in mind. We are in this together.